കഥകളി ആസ്വദിക്കുന്നവരാണെങ്കിൽ എങ്ങനെ കൂടുതൽ ആസ്വദിക്കാം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് ഒരാളും കൂടെ ഉണ്ട്, ശ്രീദേവൻ ചെറുമിച്ചം മകനാണ്, നരിപ്പച്ച മരുമകനാണ്. അപ്പം ഞങ്ങള് ചില ഭാഗങ്ങള് കളിച്ച് കാണിക്കാനും ചില കാര്യങ്ങൾ പറഞ്ഞു പോവാമെന്നുമാണ് വിചാരിക്കണത്. അപ്പോ ഉദ്ദേശിക്കണത് ചില നമ്മള് സ്ഥിരം കഥകളി കാണുന്നവരുണ്ടാവും, ഇതുവരെ കാണാത്തവർ കുറവായിരിക്കും, എന്നാലും വളരെ കുറച്ച് മാത്രം കണ്ടിട്ടുള്ളവരും ഉണ്ടാവും. അപ്പോ എല്ലാവർക്കും പലതരത്തിലാണല്ലോ, ഇപ്പം ഒരേ പ്രായക്കാരല്ല, പലതരത്തിൽ പല പ്രായം പലതരത്തിൽ ആസ്വദിക്കുന്നവര്. അപ്പോ എങ്ങനെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കൊണ്ടുപോകാം എന്നുള്ള ആലോചിച്ചപ്പോ സ്ഥിരം കാണുന്നവരാണെങ്കിലും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചിലതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ നന്നായി വിചാരിക്കണം. അപ്പോ രസനിഷ്പത്തി എന്ന് പറഞ്ഞൊരു അധ്യായത്തില് നാട്യശാസ്ത്രത്തില് അതില് പറഞ്ഞിട്ട് സുമനസ്സുള്ളവർക്കാണ് കല ആസ്വദിക്കാൻ പറ്റുകയാണ്. അതായത് സമാധാനമായി ഇരിക്കുന്നവർ, നമുക്കിപ്പോ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് മാറ്റാൻ വേണ്ടി ഒരു കല ആസ്വദിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് നമ്മൾക്ക് വളരെ ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് സിനിമയോ അല്ലെങ്കിൽ ഏതൊരു കലയാവട്ടെ ആസ്വദിക്കാൻ പറ്റുക എന്നാണ്. അപ്പോ ആദ്യം വേണ്ടത് അതാണ്, ഒരു നല്ല മനസ്സ് അല്ലെങ്കിൽ ആസ്വദിക്കാൻ ഒരു തുറന്ന മനസ്സ്, അതാണ് ആദ്യം വേണ്ടത്. അതുണ്ടെങ്കിൽ ഏത് കലയാണെങ്കിലും ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ കഥകളി കാണുമ്പോ ഇതൊരു ഇന്റിമേറ്റ് കലയാണെന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഒരു അടുപ്പം വേണം, കളിക്കുന്ന ആളും കാണുന്നവരും തമ്മിലൊരു അടുപ്പം. അപ്പൊ ദൂരെ മാറി നിന്ന്, നമ്മളിപ്പോ ഉത്സവ പറമ്പുകളിലൊക്കെ ആണെങ്കിൽ ദൂരെ എവിടെ നിന്ന് ഒരു ചെറിയ രൂപം പോലെയൊക്കെയാണ് കഥകളി കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലത്തെ എസൻസ് മുഴുവൻ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഏറ്റവും വേണ്ടത് നിലത്തിരുന്ന് ഇതേപോലെ ഇരുന്ന് കളി കാണുകയാണെങ്കിൽ നമുക്ക് ഓരോ സൂക്ഷ്മ ചലനങ്ങളും ആസ്വദിക്കാൻ പറ്റും. അപ്പോ ഏറ്റവും ആദ്യം വേണ്ടത് ഇതേപോലെ അടുത്തിരുന്ന് കാണാൻ ശ്രമിക്കുക, അടുത്തിരുന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പൊ കൂടുതൽ ആസ്വാദികരമാവും. പിന്നെ നമ്മള് സ്ഥിരമായി പറഞ്ഞു കേൾക്കണ ഒരു ഇതാണ് കഥ അറിഞ്ഞ് ആട്ടം കാണുക എന്നുള്ളൊരു പഴഞ്ചൊല്ല്. അത് കഥകളിയില് ആവശ്യം തന്നെയാണ്. അതായത് നമ്മള് ഇപ്പൊ എന്താ പറയാ, ഒരു കഥ കാണാൻ പോകുന്നതിന് മുന്നേ ഒരു ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു മുന്നൊരുക്കം ഉണ്ടെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. ആ കഥയെ പറ്റി, ചെയ്യുന്ന കലാകാരന്മാരെ പറ്റി, എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്, കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മുൻകൂട്ടി അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ വായിച്ചോ അല്ലെങ്കിൽ അങ്ങനെ അറിയുന്നവരോട് ചോദിച്ചിട്ടാണെങ്കിലും മതി, നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കളി കാണാൻ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഇനി പലരും കണ്ടിട്ട് പറയാറുണ്ട് ചില കാര്യങ്ങളൊന്നും കാണുമ്പോൾ മനസ്സിലാവാറില്ല. ഇങ്ങനെ കഥകളിൽ കൂടുതലും ഉള്ളതാണ് ഇങ്ങനെയുള്ള ഒരു മുദ്ര, ഇതിന് നൃത്തഹസ്തം എന്നാണ് പറയാ. ഇങ്ങനെ മറയ്ക്കുന്നതിന് എല്ലാത്തിനും ഏതൊരു നൃത്ത ഒരു എലമെന്റിനാണെങ്കിലും ഇങ്ങനെ ഒരു കൈ പിടിക്കുന്നത്, ഇങ്ങനെ ഒരു മുദ്ര കാണുന്നുണ്ട്. അപ്പൊ ഇതിന് എന്താണ് പ്രത്യേകിച്ച് ഒരു അർത്ഥം എന്ന് വെച്ചാൽ ഒരു അർത്ഥമില്ല. ഇതിനെ പീശപ്പള്ളി രാജുവേട്ടന്റെ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഉരുള 8 ഉപ്പേരി എന്നാണ് ഇത്ര. അതായത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല അതിന് എന്നാണ്. അപ്പം അതേപോലെ അർത്ഥമില്ലാത്തത് പലതും ഉണ്ട്. നമുക്ക് അങ്ങനെ ചിലത് കാണുമ്പോൾ മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നമുക്ക് വിവരമില്ല എന്ന് മാത്രം ആയിക്കോളണമെന്നില്ല. അത് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇല്ലാതെയാവും. ഇതിന് നൃത്തഹസ്തം എന്നാണ് പറയാ. ഇത് മിക്ക എന്താ പറയാ കഥകളിലെ പല എണ്ണങ്ങൾക്കും ഈ ഒരു കരിമുദ്ര നമ്മൾ കാണാറുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, വേഷം 5 തരത്തിലാണുള്ളത്: പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം പല കഥാപാത്രങ്ങൾക്കും നിശ്ചിത വേഷങ്ങളാണ്, വേഷരൂപമാണ് നമ്മള് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഒരു പച്ചയാണെങ്കിൽ സാത്വിക കഥാപാത്രങ്ങള്, കത്തിയാണെങ്കിൽ നമ്മൾ കുറച്ച് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അസുരന്മാര്, അങ്ങനെ. താടിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു ഗുണ്ടകളെ പോലെ, അല്ലെങ്കിൽ പറഞ്ഞാൽ പോയി കൊന്നിട്ട് വരിക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തരം കഥാപാത്രങ്ങളെയാണ് അങ്ങനെ. വെള്ളത്താടി ഉണ്ട്, ഹനുമാൻ, അതുപോലെയുള്ള കഥാപാത്രങ്ങൾ വെള്ളത്താടി. കരി എന്ന് പറയുമ്പോ കാട്ടാളന്മാര്, പെൺകരി ഉണ്ട്, ആൺകരി ഉണ്ട്, കാട്ടാളന്മാര്, അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ വേഷങ്ങളില്
തെര നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. തെര നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക കഥകളുടെയും തുടക്കത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കത്തി, താടി, കരി എന്നീ വേഷങ്ങളുടെ തുടക്കത്തിലോ ആയിട്ട് തിര നോക്കുക എന്ന് പറഞ്ഞൊരു സംഭവം പതിവുണ്ട്. അത് നമുക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഉണ്ടാവുന്ന ഒരു ആണ് തെരനോക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ആസ്വദിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേഷത്തിന്റെ ഭംഗി, അതായത് മുഖത്തെ തേപ്പിന്റെ മേക്കപ്പിന്റെ ഭംഗി, ചുട്ടിയുടെ ഭംഗി, കിരീടത്തിന്റെ ഭംഗി, വേഷത്തിന് ഇവിടെ വരെ കാണുള്ളൂ എങ്കിലും ആ ഒരുങ്ങിയതിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സമയമാണ് തെരനോക്കെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതേപോലെ ആ കഥാപാത്രത്തിന്റെ സ്ഥായി ഭാവം എന്താണോ, ആ കഥയിൽ ഉടനീളം ഏത് ഭാവത്തിലാണോ, ചിലപ്പോൾ അത് വീരായിരിക്കാം, ചിലപ്പോൾ രൗദ്രമായിരിക്കാം, ചിലപ്പോൾ ശൃംഗാരമായിരിക്കാം, ചിലപ്പോൾ കുറച്ച് കുട്ടിത്തമുള്ള ലവണാസുരവധം ഹനുമാനെയൊക്കെ പോലെ കുട്ടിത്തമുള്ള ഇതായിരിക്കാം. അങ്ങനെയുള്ള അവരുടെ സ്ഥായി ഭാവം എന്താണോ അത് നമുക്ക് കിട്ടുന്ന, അതിലേക്കൊരു കണക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് തെരനോക്ക്. അപ്പൊ എല്ലാവരും തെരനോക്ക് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് ഒന്ന് ചായ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ആ സമയത്ത് ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിൽ ഒരു ബ്രേക്ക് വരും. അപ്പൊ തെരനോക്ക് മുതൽക്ക് തന്നെയാണ് ഒരു അങ്ങനത്തെ വേഷങ്ങളുടെ ഒരു അവരുടെ ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പതിഞ്ഞ പദം നമുക്ക് എല്ലാവർക്കും ബോറടിക്കാറുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോ തെരനോക്ക് കഴിഞ്ഞാൽ അതിപ്പോ കത്തിവേഷങ്ങളാവട്ടെ, പച്ചവേഷങ്ങളാവട്ടെ, ധാരാളം കഥകളിൽ നമ്മളിങ്ങനെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള പദങ്ങൾ ഇങ്ങനെ കുറെ നേരമായിട്ട് അവിടെ തന്നെ നിൽക്കണം പോലെ തോന്നും നമുക്ക്. എവിടുന്നും നീങ്ങാത്ത പോലെ, അല്ലെങ്കിൽ ഒരു നായകനും നായികയും അരങ്ങത്തുണ്ടാവും, അവർ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാത്ത, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹാപ്പനിങ്സ് ഒന്നും ഇല്ലാത്ത പോലെ കുറെ നേരമായിട്ട് തന്നെയാണല്ലോ, 1 മണിക്കൂറായിട്ട് തന്നെയാണല്ലോ കാണണേ എന്ന് തോന്നാറുണ്ട്. അത് സാധാരണക്കാരായ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോ അതില് എന്താണ് ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നായകൻ നായികയെ വർണ്ണിക്കുകയാണ്. അവരുടെ കണ്ണ് താമര പോലുള്ള കണ്ണാണ്, ശംഖ് പോലുള്ള തൊണ്ടയാണ്, കഴുത്താണ്, എന്താ പൂമൊട്ടുകൾ പോലെയുള്ള പല്ലുകളാണ്, കാർമേഘത്തിന്റെ കൂട്ടം പോലെയുള്ള തലമുടിയാണ്, ആനയുടെ നടത്തം പോലുള്ള നടത്തത്തോട് കൂടിയവൾ, അങ്ങനെ പലതരം വിശേഷണങ്ങൾ വർണ്ണനയാണ് നായകൻ ചെയ്യുന്നത്. അപ്പോ അവിടെ അത് തുടങ്ങുന്നത് തന്നെ ഏതൊരു പതിഞ്ഞപദമാവട്ടെ, ഏതൊരു ശൃംഗാരപദമാവട്ടെ, തുടങ്ങുന്നത് തന്നെ ഈ നായികയെ അടിമുടി നോക്കി കണ്ടിട്ടാണ്. ആദ്യം മുഖം കാണുന്നു, അതിന്റെ ഭംഗി നടിക്കുന്നു, അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു. അതിനുശേഷം മാറുടം കാണുന്നു, അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു. ശേഷം കാമം നടിക്കുന്നു. ശേഷം പാദങ്ങൾ കാണുന്നു, പാദങ്ങളുടെ ഭംഗി, പാദങ്ങളുടെ അടക്കം തല